എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിർത്താതെ മഴ പെയ്യുകയാണല്ലോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും വെള്ളക്കെട്ടാണ്. റോഡിലൂടെയാണെങ്കിൽ വിഷം വെച്ചിട്ട് നടക്കാൻ പറ്റില്ല. വണ്ടികൾ പോകുന്നതിനും പ്രയാസമാണ്. പിന്നെ മരങ്ങളൊക്കെ റോഡിൽ പൊട്ടി വീണു. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഇപ്പം നമ്മൾക്കിപ്പോൾ അമ്പലത്തിലേക്ക് വരാണ്ടിരിക്കാനും പറ്റില്ല. ഒരു മലബാർ ദേവസ്വം ബോർഡ് ഡിഗ്രേഡ് ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 നേരം വരുന്ന കാര്യം ഭയങ്കര വിഷമമാണ്. പക്ഷേ നമ്മളുടെ ജോലി അതായത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രാചാരം, ക്ഷേത്ര ചടങ്ങുകൾ ഒരിക്കൽ പോലും മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്ര മഴയായാലും എത്ര പ്രതികൂല കാലാവസ്ഥയായി കഴിഞ്ഞാലും നമ്മളെപ്പോലുള്ളവർക്ക് അമ്പലത്തിൽ വന്ന് ചടങ്ങുകൾ നിവർത്തിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, എന്താണ് നിങ്ങളുടെ പ്രയാസം? മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് 31 കൊല്ലമായി ശരിക്കും കോടതി വിധി വരെ വന്നിട്ട് ഏകീകൃത ശമ്പളം, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലൊക്കെ ആണെങ്കിൽ അവർക്ക് മാസാമാസം ശമ്പളവും ഒക്കെ ഉണ്ട്, പ്രമോഷനുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിക്കിലേക്കും അവർക്ക് സ്ഥലം മാറ്റം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാമെന്നല്ലാണ്ട് 1 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോൾ ഒക്കെയാണ് ശമ്പളം കിട്ടുന്നത്. ഇന്നിപ്പോൾ ഏത് ജോലിക്കാണുള്ളത് അങ്ങനെ മാസാമാസം ശമ്പളം? അതാണ് ഓരോരോ ജീവനക്കാരുടെയും സ്വപ്നം. നമ്മളായാലും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് സർക്കാർ മാറ്റം വരണം. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇത്ര വർഷങ്ങളായിട്ടാണ് സമരം ചെയ്യുന്നത്, ഇതിനിടെയും ചെയ്തു. ഈ നമ്മളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉയർച്ചയിൽ എതിർപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഈ ശാന്തിയും മറ്റ് ജോലിയും ചെയ്യുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ഡിഗ്രേഡ് ക്ഷേത്രങ്ങളിലെയൊക്കെ ജീവനക്കാരുടെ അവസ്ഥ തീർച്ചയായും സർക്കാരും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരും കണ്ണു തുറക്കണം. ഈ ഒരു ഘോര മഴയിലും നമ്മൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആ ഒരു കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി എല്ലാവരും കണ്ണു തുറക്കണമെന്നാണ് ഒരു ഡിഗ്രേഡ് ജീവനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിലും ചിലപ്പോൾ വിമർശകരുണ്ടാവുമായിരിക്കാം, പക്ഷേ കഷ്ടപ്പെടുന്നതിന് എൻ്റെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും കാലം പാഴാക്കരുത് സർക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.